നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിവില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നു. തിങ്കളാഴ്ചയോടെ 87 രൂപയ്ക്ക് കോഴിയിറച്ചി വിൽക്കണം. വില കൂട്ടി വിറ്റാൽ നടപടി. സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്കും വില കുറച്ചു. കച്ചവടക്കാർ വില കൂട്ടിയാൽ ജനങ്ങൾ ഇടപെടണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. മുത്തങ്ങ തകരപ്പാടിയിൽ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ സംഭവം അന്വേഷണം ക്രൈം ഡിറ്റാച്ച്മെന്റിന്. കൊടുവള്ളി സ്വദേശിയും അറസ്റ്റിൽ. അഴിമതി തുടരാനാവില്ല. ഉദ്യോഗസ്ഥർ അധികാരത്തിന്റെയും കാർക്കശ്യത്തിന്റെയും ഭാഷ വെടിയണമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. അഴിമതിക്കാരെ രക്ഷിക്കാനുള്ള സംഘടിത നീക്കം ചെറുക്കാൻ FRF. ലൈംഗികാരാജകത്വം തിരിച്ചടിയായി മാവോയിസ്റ്റ് വനിതാ നേതാക്കൾ സംഘടന വിടുന്നു. വന്യമൃഗശല്യത്തിനെതിരെ കർഷക രോഷം. മാനന്തവാടിയിൽ DFO ഓഫീസ് മാർച്ച്. പേരിയ രാമഗിരി എസ്റ്റേറ്റിൽ അനധികൃത മരം മുറി. നോട്ടിഫൈ ചെയ്ത കാപ്പി എസ്റ്റേറ്റിലെ മരം മുറിച്ചു കടത്തുന്നു. കർക്കിടക വാവുബലിക്ക് ക്രമീകരണങ്ങൾ തുടങ്ങി. ഗ്രീൻ പ്രോട്ടോകോൾ നിർബന്ധം. വിശദമായ വാർത്തകളിലേക്ക്. കോഴിവില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നു. കുടുംബശ്രീ യൂണിറ്റുകൾ വഴി കോഴിയെ വളർത്തി വിൽക്കാനാണ് ആലോചന. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും മൃഗസംരക്ഷണ മന്ത്രി കെ രാജുവും തമ്മിൽ പുതിയ ആശയം ചർച്ച ചെയ്തു. തിങ്കളാഴ്ച മുതൽ കോഴിയിറച്ചി കിലോയ്ക്ക് 87 രൂപ പ്രകാരം വിൽക്കണം. വില കൂട്ടി വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സപ്ലൈകോ സാധനങ്ങൾക്ക് വില കുറച്ചിട്ടുണ്ട്. കച്ചവടക്കാർ വില കൂട്ടി വിൽപ്പന നടത്തിയാൽ ജനങ്ങൾ ഇടപെടണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന കോഴിയിറച്ചിയാണ് പ്രധാനമായും വിൽപ്പന നടത്തുന്നത്. തമിഴ്നാട്ടിൽ 6 രൂപ വില വർദ്ധിച്ചാൽ ഇവിടെ 16 രൂപ വില വർദ്ധിക്കുമെന്നതാണ് സ്ഥിതി. 14% വാറ്റ് ഉൾപ്പെടെ നികുതിയിൽ നിന്ന് GST വന്നതോടെ കോഴിയിറച്ചി വ്യാപാരികളെ ഒഴിവാക്കിയെങ്കിലും മാർക്കറ്റ് വില കുറയുന്നതിന്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല. തൊട്ടുമുൻ ആഴ്ചയിലേതിനേക്കാൾ 30 രൂപ വരെ വില കൂട്ടി കിലോയ്ക്ക് 200 രൂപയ്ക്ക് വരെ കോഴിയിറച്ചി വിൽക്കുന്ന പ്രവണതയാണ് കണ്ടത്. കോഴിയിറച്ചിയുടെ ലഭ്യതക്കുറവാണ് വില കൂട്ടി വിൽക്കുന്നതിന് ന്യായമായി പറയുന്നത്. GST പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് കോഴി ഉൽപാദനത്തിൽ തമിഴ്നാട്, ആന്ധ്ര കോഴി വ്യാപാരി സംഘങ്ങൾ ഉൽപാദനം മരവിപ്പിച്ച് നിർത്തിയതാണ് പൊടുന്നനെ കോഴിയിറച്ചി ക്ഷാമമുണ്ടാകാൻ കാരണം. എന്നാൽ വ്യാപാരികൾ കരുതിയതിന് വിപരീതമായി കോഴിയിറച്ചിയെ GSTയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. കോഴിവില നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിന് തിങ്കളാഴ്ച വീണ്ടും മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും മന്ത്രി കെ രാജുവും യോഗം ചേരും. അനധികൃതമായാണ് കോഴിവില വ്യാപാരികൾ കൂട്ടിയതെന്ന് ഇന്ന് ചേർന്ന യോഗം വിലയിരുത്തി. തോന്നും പോലെ കോഴിവില വർദ്ധിപ്പിക്കുന്നതിൽ ക്ഷുഭിതരായ ഉപഭോക്താക്കൾ കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ കോഴിക്കടകൾ അടപ്പിച്ചിരുന്നു. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. മുത്തങ്ങയിൽ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ സംഭവം അന്വേഷണം പ്രത്യേക സംഘത്തിന്. ജില്ലാ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഫോടക വസ്തുക്കളുടെ ആവശ്യക്കാരനായ കൊടുവള്ളി സ്വദേശിയായ ഒരാളെയും ബത്തേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തമിഴ്നാട് ധർമ്മപുരം സ്വദേശി സുരളി രാജന്റെ പേരിൽ സ്ഫോടക വസ്തുക്കൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തും തമിഴ്നാട്ടിലും വേറെയും കേസുകളുണ്ട്. കഴിഞ്ഞ ദിവസം മുത്തങ്ങയിൽ വെച്ച് ബത്തേരി പോലീസ് പിടികൂടിയ സ്ഫോടക വസ്തുക്കളുടെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ജില്ലാ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇതിനായി അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതായി ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കാനുണ്ടെന്നും അതിനുശേഷമേ എന്തെങ്കിലും പറയാനാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പറയാൻ പറ്റില്ല, അന്വേഷിച്ച ശേഷം മാത്രം അതിലുള്ള കാര്യം പറയാൻ പറ്റും. അന്വേഷണത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ടുണ്ട്. ടീമിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കും. കർണാടകയിലേക്ക് പോവോ അന്വേഷണ സംഘം? ഉടനെ പോവോ? അല്ല, അതിലെ കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ക്രൈംബ്രാഞ്ചിലാണോ അന്വേഷണം പറഞ്ഞു? അല്ല, നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ തന്നെയാണോ ക്രൈംബ്രാഞ്ചിലെ. അതേസമയം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി മുക്കിലങ്ങാടി സ്വദേശി ചുള്ളിയാൽപ്പൊയിൽ അഷ്റഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കാണ് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതെന്ന് പിടിയിലായവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടാതെ ലോറിക്ക് മുന്നിൽ പൈലറ്റ് കാറിലെത്തി പിടിയിലായ സുരളിരാജന് സ്ഫോടക വസ്തുക്കൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉള്ളയാളാണ്. തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ കൊണ്ടലാമ്പതി, കരിപ്പത്തി എന്നീ സ്റ്റേഷനുകളിലും സംസ്ഥാനത്ത് വാളയാർ, കുമളി എന്നീ സ്റ്റേഷനുകളിലും കേസുകൾ ഉണ്ട്. ഇയാളാണ് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നതിൽ മുഖ്യകണ്ണിയെന്നാണ് പോലീസ് നിഗമനം. ഇതുകൊണ്ട് തന്നെ ലോറിയിൽ ലോഡ് കയറ്റിയെന്ന് പറയുന്ന അയൽ സംസ്ഥാനമായ കർണാടകയിലെ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചും പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കാനുമാണ് തീരുമാനം. സംഭവവുമായി ഇന്നലെ പിടിയിലായവരെ എക്സ്പ്ലോസീവ്സ് ആക്ടും എക്സ്പ്ലോസീവ്സ് സബ്സ്റ്റാൻസ് ആക്ട് 1908 പ്രകാരവുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത്. വയനാട് ന്യൂസ്, ബത്തേരി. വില്ലേജ് ഓഫീസർമാർ അധികാരത്തിന്റെയും കാർക്കശ്യത്തിന്റെയും ഭാഷ വെടിയണമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. വില്ലേജ് ഓഫീസുകളെ അഴിമതിരഹിതമാക്കണം.
വില്ലേജ് ഓഫീസുകളുടെ പൊതു സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും മാറ്റത്തിന് വിധേയമാകാത്തവരുടെ നിലനിൽപ്പ് ഇനി ദുഷ്കരമാകുമെന്നും വില്ലേജ് ഓഫീസർമാർക്കുള്ള കത്തിൽ മന്ത്രി മുന്നറിയിപ്പ് നൽകി. അഴിമതിക്കാരായ ചുരുക്കം ചില ഉദ്യോഗസ്ഥർ വരുത്തിവെക്കുന്ന ദുഷ്പേര് നിമിത്തം ജീവനക്കാരുടെ സമൂഹം ഒന്നടങ്കം അപമാനഭാരത്താൽ തല താഴ്ത്തി നടക്കേണ്ടി വരുന്നു. പലതവണ നിർദ്ദേശം നൽകിയിട്ടും യജമാനഭാവം ഉപേക്ഷിക്കാൻ ചിലർ തയ്യാറാകുന്നില്ലെന്നും ഇത്തരക്കാരുടെ എണ്ണം കൂടുകയാണെന്നും മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. വില്ലേജ് ഓഫീസിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ കത്ത്. വില്ലേജ് ഓഫീസർമാർ മനുഷ്യത്വമല്ല ടീം ലീഡർമാരായി മാറണമെന്നാണ് ആഗ്രഹമെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ചെമ്പനോടിയിലെ കർഷക ആത്മഹത്യയ്ക്ക് പിറകിലെ ജീവനക്കാരുടെ ജനദ്രോഹം മറച്ചുവെച്ച് കുറ്റക്കാരെ സംഘടനാ ശക്തിയിലൂടെ രക്ഷിക്കാനുള്ള റവന്യൂ ജീവനക്കാരുടെ നീക്കത്തെ കർഷക സമൂഹം ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ഫാർമേഴ്സ് റിലീഫ് ഫോറം സംസ്ഥാന സമിതി. കർഷകദ്രോഹ നടപടികൾ തുടർന്നാൽ സംഘടനാ ശക്തി കൊണ്ട് ജീവനക്കാരെ നേരിടുമെന്ന് സംസ്ഥാന ചെയർമാൻ ബേബി സക്കറിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വ്യക്തമാക്കി. അഴിമതിക്കാരുടെയും കർഷകദ്രോഹികളുടെയും പട്ടിക പ്രസിദ്ധപ്പെടുത്തണമെന്നും യോഗം സൂചിപ്പിച്ചു. കൺവീനർ NJ ചാക്കോ ഉൾപ്പെടെ നേതാക്കൾ സംസാരിച്ചു. അഴിമതിക്കാരുടെ പട്ടിക പ്രസിദ്ധപ്പെടുത്തുമെന്ന് FRF ജില്ലാ കമ്മിറ്റി നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. സെക്സും വയലൻസും മാവോവാദികൾക്ക് തിരിച്ചടി. സംഘടനയിൽ നിന്ന് വനിതാ പ്രവർത്തകർ അകലുന്നതായി റിപ്പോർട്ട്. സംസ്ഥാനത്ത് നഗരങ്ങളിലും കലാശാലകളിലും ലൈംഗിക അരാജകത്വം അഴിച്ചുവിട്ടതിന് പിന്നിൽ സംഘടനയിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള മാവോയിസ്റ്റ് ബുദ്ധി. സംഘടന വിട്ട മാവോയിസ്റ്റ് വനിതാ പ്രവർത്തകരും ജയിലിനകത്തായ മാവോയിസ്റ്റ് വനിതാ നേതാക്കളും നൽകിയ മൊഴിയിലാണ് മാവോവാദികൾ വനിതാ പ്രവർത്തകരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയാണെന്ന വിവരം പുറത്തുവന്നത്. പുരുഷന്മാരായ പ്രവർത്തകരെ സംഘടനയിൽ ഉറപ്പിച്ചു നിർത്താനും പുറമെ നിന്ന് ആളുകളെ സംഘടനയിലേക്ക് ആകർഷിക്കാനും ലൈംഗികതയെ മാവോയിസ്റ്റുകൾ വൻതോതിൽ ഉപയോഗപ്പെടുത്തിയതായാണ് വിവരം. ഇത്തരം ലൈംഗിക അരാജകത്വത്തിന്റെ ഫലമായി ഒരു മാവോയിസ്റ്റ് വനിതാ നേതാവ് മാരക ലൈംഗിക രോഗത്തിന് ഇരയായതായി മുമ്പ് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഭർത്താവിനോടും സഹപ്രവർത്തകയായ ചിന്നമ്മയോടുമൊപ്പം കർണാടക ചിക്കമംഗലൂരിൽ കീഴടങ്ങിയ മാവോയിസ്റ്റ് വനിതാ നേതാവ് കന്യാകുമാരിയുടെ മൊഴിയിൽ വനിതാ പ്രവർത്തകരെ നിഷ്ഠൂരമായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നതായി വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, പുരുഷ സഖാക്കളുടെ ലൈംഗിക താൽപ്പര്യങ്ങൾക്ക് വിധേയമാകണമെന്ന് CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശമുണ്ടെന്നും കന്യാകുമാരി പറഞ്ഞിരുന്നു. ഷൈന, ചന്ദ്ര, റീന, കല, കന്യാകുമാരി, പത്മ തുടങ്ങി ജയിലിലായ പ്രമുഖ വനിതാ നേതാക്കളിൽ പലരും ഈ അടിസ്ഥാനത്തിൽ പോലീസിന് മൊഴി നൽകിയതായി വിവരമുണ്ട്. സംഘടനയിലെ ലൈംഗിക അരാജകത്വം കാരണം പല വനിതാ പ്രവർത്തകരും സംഘടന വിട്ടു. സംസ്ഥാനത്ത് ചില നഗരങ്ങളിലും കലാലയങ്ങളിലും ലൈംഗികതയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾക്കും തെരുവ് പ്രകടനങ്ങൾക്കും ഫ്ലാഷ് മോബുകൾക്കും പിറകിൽ മാവോയിസ്റ്റ് ബുദ്ധിയാണ് പ്രവർത്തിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലിംഗസമത്വം, ലൈംഗിക സ്വാതന്ത്ര്യം തുടങ്ങിയ ആകർഷക മുദ്രാവാക്യങ്ങളിൽ മാവോയിസ്റ്റ് PLGയിലേക്ക് റിക്രൂട്ട്മെന്റിന് ആളുകളെ പാകമാക്കിയെടുക്കുക എന്ന തന്ത്രമുണ്ടായിരുന്നതായി വിവരമുണ്ട്. ചുംബന സമരക്കാരുടെ ആദ്യകാല നേതൃത്വത്തിലെ ചിലരും ഓൺലൈൻ പെൺവാണിഭ സംഘങ്ങളുമെല്ലാം ആസൂത്രിതമായ ചില പ്രവർത്തന തന്ത്രങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വനിതാ പ്രവർത്തകരുടെ അഭാവം മാവോയിസ്റ്റ് സംഘടനാ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. വന്യമൃഗശല്യം രൂക്ഷമായ കൂടൽക്കടവ്, മുട്ടങ്കര, ചാലിഗദ്ദ, പാൽവെളിച്ചം പ്രദേശങ്ങളിലെ കർഷകർ ജനകീയ സമിതി നേതൃത്വത്തിൽ മാനന്തവാടി DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഞ്ചരയ്ക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചപ്പോൾ അവരെത്താൻ തന്നെ താമസിച്ചത് അവിടെയുള്ള ജനങ്ങൾ വികാരമായി കണ്ടു വല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. കാര്യങ്ങൾ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും കൗൺസിലർമാരും ഒക്കെ പോയി ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോലും എത്താത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വന്നാൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക? കൂടൽക്കടവ്, മുട്ടങ്കര, ചാലിഗദ്ദ, പാൽവെളിച്ചം എന്നിവിടങ്ങളിൽ നിത്യേന എന്നോണം കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കർഷകരുടെ നെല്ല്, വാഴ, കപ്പ, കുരുമുളക്, ചേന, ഇഞ്ചി, കാപ്പി തുടങ്ങിയ കൃഷികൾ പാടെ നശിപ്പിച്ചു. വന്യമൃഗശല്യം തടയാനായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിവേലികൾ ചവിട്ടി തകർത്തും കമ്പിക്ക് മുകളിലേക്ക് മരങ്ങൾ പറിച്ചിട്ടുമാണ് ആനകൾ ജനവാസ കേന്ദ്രത്തിലേക്കും കൃഷിയിടത്തിലേക്കും കടക്കുന്നത്. വന്യമൃഗശല്യം തടയാൻ അനുവദിച്ച റെയിൽ പ്രതിരോധ വേലി ഉടൻ പൂർത്തീകരിക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുക, നിലവിലുള്ള വൈദ്യുതി കമ്പിവേലികൾ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് മികച്ചതാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനും ജനകീയ സമിതി തീരുമാനിച്ചു. സ്ത്രീകളടക്കം നിരവധി പേരാണ് മാർച്ചിലും ധർണയിലും പങ്കെടുത്തത്. നഗരസഭാ ചെയർപേഴ്സൺ VR പ്രവീജ് സമരം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ഹരി ചാലിഗദ്ദ അധ്യക്ഷനായിരുന്നു. വർഗീസ് ജോർജ്, ജേക്കബ് സെബാസ്റ്റ്യൻ, ലില്ലി കുര്യൻ, മിനി വിജയൻ, സണ്ണി ജോർജ്,
ജോസ് ഇലഞ്ഞിമറ്റം, പി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. പേരിയ രാമഗിരി എസ്റ്റേറ്റിൽ വൻതോതിൽ അനധികൃത മരമുറി. 2005 വനേതര പ്രദേശങ്ങളിലെ വൃക്ഷം വളർത്തൽ പ്രോത്സാഹന ആക്ട് പ്രകാരം നോട്ടിഫൈ ചെയ്ത രാമഗിരി കാപ്പി എസ്റ്റേറ്റിലാണ് അനധികൃത മരമുറി തുടരുന്നത്. പേരിയ വില്ലേജിൽപ്പെട്ട റിസർവേ നമ്പർ 176/2A, 2A, 3A, 2A1ൽപ്പെട്ട വരയാലിലെ ഭൂമിയിൽ നിന്നാണ് വൻതോതിൽ മരം മുറിച്ച് കടത്തുന്നത്. കാപ്പി രജിസ്ട്രേഷൻ നിലവിലുള്ള എസ്റ്റേറ്റിൽ മരം മുറിക്കുന്നതിന് അനുമതിയില്ല. 2016 ജൂൺ മാസം 5 ആഞ്ഞിലി മരങ്ങൾ മുറിക്കുന്നതിന് പേരിയ റേഞ്ച് ഓഫീസർ നിയമവിരുദ്ധമായി അനുമതി നൽകിയിരുന്നു. വീണ്ടും കഴിഞ്ഞ ജൂൺ മാസം 9 58 മരങ്ങൾ മുറിക്കുന്നതിന് അനുമതി നൽകി. മരം മുറിക്കുന്നതിന് അനുമതി നൽകുന്നതിന് മുമ്പ് ഭൂമിയുടെ സ്ഥിതിയെ സംബന്ധിച്ച് ഒരു വിവരവും റവന്യൂ വകുപ്പിൽ നിന്ന് അന്വേഷിക്കാതെ ഡെപ്യൂട്ടി റേഞ്ചറുടെ അന്വേഷണത്തിന്റെ മറവിലാണ് അനുമതി നൽകിയത്. തോട്ടം ഭൂമിയായതുകൊണ്ട് റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ നിന്ന് അനുമതിയും കോഫി ബോർഡ് ലൈസൻസ് ഓഫീസറുടെ അനുമതിയും ആവശ്യമാണ്. ഇതൊന്നും അന്വേഷിക്കാതെയാണ് മരം മുറിക്കുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത്. സെക്ഷൻ 5 പ്രകാരം നോട്ടിഫൈ ചെയ്ത ഭൂമി അല്ലെന്നാണ് വനം വകുപ്പ് മരം മുറിക്കുന്നതിന് നൽകിയ അനുമതിയിൽ പറയുന്നത്. പേരിയ വില്ലേജ് സെക്ഷൻ 5ൽപ്പെട്ട ഭൂമിയാണെന്നും ഇവിടെ മരമുറിക്ക് നിയന്ത്രണം നിലവിലുണ്ടെന്നും റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. ഇതെല്ലാം മറച്ചുവെച്ച് മരമുറിക്ക് അനുമതി നൽകിയതിന് പിന്നിൽ അഴിമതി നടന്നതായി പറയുന്നു. ഇവിടെ നിന്ന് നിരവധി ലോഡ് മരങ്ങൾ കയറ്റിപ്പോയതായി നാട്ടുകാരും പറഞ്ഞു. ഇത് കച്ചവടക്കാരനെ ഏൽപ്പിച്ചു. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെർമിഷൻ എടുക്കേണ്ട ഉത്തരവാദിത്തം അവനെ ഏൽപ്പിച്ചു. പുള്ളി എന്തൊക്കെയാ ചെയ്തതെന്ന് ആര് കണ്ടു? നമുക്കിത് അന്വേഷിക്കേണ്ട കാര്യമില്ലോ. പുള്ളി അത് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ നഷ്ടം വന്നാൽ അതിന്റെ പരിഹാരം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അവൻ DFOയുടെ നേരെ ആളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ഉണ്ടാക്കിയതാ. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. മേപ്പാടി കുന്നമംഗലം വയലിൽ ചന്ദനമോഷണം പതിവായി. ജനവാസ കേന്ദ്രത്തോട് ചേർന്ന വനഭൂമിയിൽ നിന്ന് കഴിഞ്ഞ ദിവസവും ചന്ദനമരം മോഷണം പോയി. വാച്ചർമാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പോലും ഫോറസ്റ്റ് അധികൃതർക്ക് താൽപ്പര്യമില്ല. മേപ്പാടി ടൗണിൽ നിന്ന് 1/2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള കുന്നമംഗലം വനഭൂമിയിൽ നിന്ന് ഇടയ്ക്കിടെ ചന്ദനമരങ്ങൾ മോഷണം പോകുന്നുണ്ട്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്ന് ഇവിടേക്ക് കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരം. വനം വകുപ്പിന്റെ മൂക്കിന് മുന്നിൽ നിന്നാണ് വിലപിടിപ്പുള്ള ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തുന്നത്. ജനവാസ കേന്ദ്രമായ മേഖലയിൽ നിന്ന് ചന്ദനം മോഷണം പോകുമ്പോഴും അധികൃതർക്ക് മൗനം. ഞാൻ രാവിലെ പോകുമ്പോൾ ഒക്കെ കാണുന്നുണ്ട്, ഒരു കഷ്ണം കുറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒക്കെ മൂടി വെച്ച മാതിരിയെല്ലാം മൂടി വെച്ചിട്ട് പോയിട്ടുണ്ട്. ഒന്നും ഒരു ഇല വരെ കണ്ടിട്ടില്ല. മോഷണക്കഥ തുടരുന്നതിനിടെ ഏതാനും വർഷം മുമ്പ് കൊടുവള്ളി സ്വദേശിയായ ഒരാളെ പിടികൂടിയിട്ടുണ്ട്. മോഷണ വാർത്തയറിഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെത്തും. ചടങ്ങിന് സ്ഥലസന്ദർശനവും പ്രദേശവാസികളെ ചോദ്യം ചെയ്യലും കഴിഞ്ഞാൽ വനം വകുപ്പിന്റെ നടപടികൾ പൂർത്തിയായി. പ്രതികളെ പിടികിട്ടാറില്ലെന്ന് മാത്രം. വനഭൂമിയിലെ ചന്ദനമോഷണം തടയുന്നതിന് വാച്ചർമാരെ ഡ്യൂട്ടിക്കിടാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. കൊടുവള്ളിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് മുറിച്ചു കൊണ്ടുപോയി. ഇവിടെ കിടക്കുന്ന ഞങ്ങൾ ഈ പാവങ്ങൾക്കാണ് ബുദ്ധിമുട്ട് മുഴുവൻ വരുന്നത്. ഇത് ഞങ്ങൾ എന്താ ചെയ്യേണ്ട സാറേ? ഇതിന് പരിഹാരം കാണിച്ചു തരണം. സജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. ആദിവാസി ആക്ടിവിസ്റ്റ് ദയാബായി തിരുനെല്ലി മാന്താനംകുന്ന് കോളനിയിൽ ടെലിഫിലിം ചിത്രീകരണത്തിന് എത്തിയ ദയാബായി 3 ദിവസത്തെ ഷെഡ്യൂളിനിടയിൽ വയനാട്ടിലെ അവിവാഹിതരായ ആദിവാസി അമ്മമാരുടേതടക്കം ആദിവാസി പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തും. കന്യാസ്ത്രീ പട്ടം ഉപേക്ഷിച്ച് ദളിതരുടെയും ആദിവാസികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും മോചനത്തിന് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിയായ ദയാബായി ജാർഖണ്ഡിലേതടക്കം ആദിവാസി മേഖലകളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പൊതുസമൂഹത്തിനു മുന്നിൽ ഉന്നയിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ടെലിഫിലിം ചിത്രീകരണത്തിന്റെ ഭാഗമായാണെങ്കിലും ആദിവാസികളോടൊപ്പം ജീവിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് ദയാബായിയുടെ ശ്രമം. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി നിർമ്മിക്കുന്ന ടെലിഫിലിമിൽ അഭിനയിക്കാനാണ് ദയാബായി എത്തിയത്. വയനാട് ന്യൂസ്, മാനന്തവാടി. മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തിയായിരുന്നു കളിച്ചാട്ട് രാമകൃഷ്ണൻ എന്ന് മുൻ മന്ത്രി AK ശശീന്ദ്രൻ. NCP സംസ്ഥാന സമിതി അംഗം കളിച്ചാട്ട് രാമകൃഷ്ണൻ അനുസ്മരണം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശശീന്ദ്രൻ. P ഗോപിനാഥ് അധ്യക്ഷനായിരുന്നു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. PS ജനാർദ്ദനൻ, KR ജയരാജ്, പ്രദീപ്, AK രാജൻ, കൃഷ്ണൻകുട്ടി, NU ഉൽഹന്നാൻ, VM പൗലോസ്, PN ശിവൻ, TJ ചാക്കോച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. മതേതര സംസ്കൃതി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനാണ് പ്രസക്തിയെങ്കിൽ ഞങ്ങളുടെ പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന്റെ പ്രതീകമായി പ്രവർത്തിക്കാൻ രാമകൃഷ്ണന് കഴിഞ്ഞു എന്നുള്ള മേന്മയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്റെ സ്മരണകളിൽ തിളങ്ങി നിൽക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്
അമ്പലവയൽ വടുവഞ്ചാൽ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF അമ്പലവയൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലവയൽ ടൗണിൽ റോഡ് ഉപരോധിച്ചു. മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിൽ, MU ജോർജ്, അസൈനു, കണക്കയിൽ മുഹമ്മദ്, സീതാ വിജയൻ, മത്യാസ് തുടങ്ങിയവർ സംസാരിച്ചു. ടെൻഡർ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും സമയബന്ധിതമായി ആ ടെൻഡർ വർക്ക് തുടങ്ങാത്തത് കൊണ്ട് ലാപ്സായ സാഹചര്യത്തിൽ ഈ ടെൻഡർ ചെയ്യാൻ ഇന്നത്തെ സർക്കാർ കാണിച്ച അനാസ്ഥയാണ് ഇന്ന് ഈ റോഡിനുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും. ബീഫ് നിയന്ത്രണത്തിലൂടെ ജനങ്ങളുടെ അവകാശങ്ങളെ കടിഞ്ഞാണിടാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കർഷക സംഘം സംസ്ഥാന സമിതി അംഗം PK മാധവൻ. കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രകാശ് ഗഗാറിൻ അധ്യക്ഷനായിരുന്നു. MM വിശ്വപ്പൻ മാസ്റ്റർ, സജി തൈപ്പറമ്പിൽ, PN കേശവൻ, KJ പോൾ, ബാബു കണ്ടത്തിൻകര എന്നിവർ സംസാരിച്ചു. 16-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി സംഭവത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. നിലവിൽപ്പുഴ കുഞ്ഞോം കോളനിയിലെ രാജുവിനെയാണ് വെള്ളമുണ്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. കർക്കിടക വാവുബലി തർപ്പണം ജില്ലയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിക്കും. കർക്കിടക വാവുബലിയുടെ ഒരുക്കങ്ങൾ ക്രമീകരിക്കാൻ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിലാണ് തീരുമാനം. ഗ്രീൻ പ്രോട്ടോകോൾ തീർത്ഥാടകർ നിർബന്ധമായി പാലിക്കണം. പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും മറ്റും ക്ഷേത്ര പരിസരത്ത് കൊണ്ടുവരരുത്. ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രസാദവും മറ്റും പ്ലാസ്റ്റിക് കുപ്പികളിലും ഡബ്ബകളിലും വിതരണം ചെയ്യരുത്. പ്ലാസ്റ്റിക്കിന് പകരം തുണിസഞ്ചികളും ബാഗുകളും ഉപയോഗിക്കണം. ഇത് പരിശോധിക്കാൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോലീസ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമാർ, NCC വോളണ്ടിയർമാർ എന്നിവരെ നിയോഗിക്കും. തിരുനെല്ലി, പൊൻകുഴി എന്നിവിടങ്ങളിൽ കർശന പരിശോധന നടത്താനും യോഗം തീരുമാനിച്ചു. തിരുനെല്ലി പാപനാശിനിക്കരയിൽ തീർത്ഥാടകർ വൻതോതിൽ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് വാഹന സൗകര്യം ഉറപ്പുവരുത്തും. തിരുനെല്ലിയിലേക്ക് വരുന്നവർ സ്വകാര്യ വാഹനങ്ങൾ കാട്ടിക്കുളത്ത് പാർക്ക് ചെയ്യണം. തിരുനെല്ലിയിലും കാട്ടിക്കുളത്തും ആരോഗ്യവകുപ്പ് മെഡിക്കൽ ക്യാമ്പുകൾ ഒരുക്കും. 24 മണിക്കൂർ ആംബുലൻസ് സേവനമുണ്ടാകും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഇൻസുലേറ്ററും മറ്റും ഉപയോഗിക്കും. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ DYSP നേതൃത്വത്തിൽ സുരക്ഷാ സംവിധാനം ഒരുക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി, ജില്ലാ കളക്ടർ S സുഹാസ്, ADM K രാജു, ക്ഷേത്ര പ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. മേപ്പാടി അരപ്പറ്റയിൽ റോഡരികിൽ അപായകരമായ വിധത്തിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. ടെലിഫോൺ കേബിൾ വലിക്കുന്നതിന് കുഴികളെടുത്ത ഭാഗങ്ങളിലാണ് ഗർത്തങ്ങൾ രൂപം കൊണ്ടത്. അപായക്കുഴികൾ രൂപപ്പെട്ടിട്ട് ദിവസങ്ങളായെങ്കിലും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതായി ആരോപണം. അരപ്പറ്റ ടൗണിനോട് ചേർന്ന് വിംസ് ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ 8ഓളം കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. വിംസ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് 8-ാം നമ്പർ പ്രദേശത്തേക്കുള്ള റോഡിലേക്ക് വാഹനങ്ങൾ കയറാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. നിരവധി ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടും അധികൃതർ കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ടെലിഫോൺ ലൈൻ എടുത്തിട്ട് മണ്ണിട്ടിട്ട് ഫുള്ളാക്കി പോയി. ഇപ്പോൾ മഴ പെയ്തിട്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തായി. ഈ കുഴി തിരിഞ്ഞു നോക്കാണോ എന്തായാലാണ് ഇതിൽ ഇഷ്ടംപോലെ രാത്രിക്കൊക്കെ യാത്രക്കാർ പോകുന്നുണ്ട്, വണ്ടികൾ പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു അധികാരികൾ തിരിഞ്ഞു. 8-ാം നമ്പർ പ്രദേശത്തേക്കുള്ള റോഡ് നന്നാക്കാൻ നാട്ടുകാർ നിരവധി തവണ ബന്ധപ്പെട്ടവരെ സമീപിച്ചിട്ടും നടപടികൾ ഇല്ലാത്തതിനാൽ നാട്ടുകാർ തന്നെ പണം സമാഹരിച്ച് 1 മാസം മുൻപാണ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. അത് കഴിഞ്ഞപ്പോഴാണ് പുതിയ പ്രതിസന്ധി വന്നിരിക്കുന്നത്. അധികൃതരുടെ അനാസ്ഥ കാരണം ഇതും നാട്ടുകാർ തന്നെ പരിഹരിക്കേണ്ട അവസ്ഥയാണുള്ളത്. ടെലിഫോൺ കേബിൾ വലിക്കുന്നതിന് വേണ്ടിയെടുത്ത കുഴികൾ ശരിയായ രീതിയിൽ അടയ്ക്കാത്തത് കാരണമാണ് മഴ പെയ്ത് മണ്ണ് താഴ്ന്ന് വീണ്ടും കുഴികൾ രൂപപ്പെട്ടത്. ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവാണ്. രാത്രികാലങ്ങളിൽ കാൽനടയാത്രക്കാർക്കും അപകടം പറ്റുന്നുണ്ട്. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട് ന്യൂസ്, മേപ്പാടി. മഴയില്ല. ജില്ലയിലെ വലിയ പാടശേഖരമായ നമ്പിക്കൊല്ലിയിലെ കർഷകർ ദുരിതത്തിൽ. ഞാറ് പറിച്ചു നടേണ്ട സമയത്ത് മഴയില്ലാത്തതിനാൽ വെള്ളം പമ്പ് ചെയ്ത് വിത്ത് വിതയ്ക്കുകയാണ്. കർഷകർ മുൻ വർഷവും മഴയില്ലാത്തതിനാൽ ദുരിതത്തിലായിരുന്നു. മഴ ശക്തി പ്രാപിച്ച് വയലും തോടുകളും നിറഞ്ഞുകിടക്കേണ്ട സമയത്ത് വാനം കറുത്തിരുണ്ട് പെയ്യാൻ മടിച്ചു നിൽക്കുന്നത് നെൽകർഷകരെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഇത് കാരണം ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിലൊന്നായ നൂൽപ്പുഴ നമ്പിക്കൊല്ലി പാടശേഖരത്തിൽ 1/4 ഭാഗം വയലും തരിച്ചുകിടക്കുകയാണ്. കുറച്ചുഭാഗം നെൽകൃഷി വിട്ടുകളയാൻ താല്പര്യമില്ലാത്ത പരമ്പരാഗത കർഷകർ പുഴയിൽ നിന്നും കുഴൽക്കിണർ കുഴിച്ച് വെള്ളം പമ്പ് ചെയ്തും വയൽ ചെളിയാക്കി വിതകൃഷിയാണ് ചെയ്യുന്നത്. വയനാട്ടിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് നമ്പിക്കൊല്ലി പാടശേഖരം. അതിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുഴയിൽ നിന്ന് മോട്ടർ വെള്ളം അടിച്ചിട്ട് ഞാറ് വെക്കാതെ ഞങ്ങൾ ചെളി വിതയ്ക്കുകയായി. ഇപ്പോൾ വിതയാക്കി മാറ്റി. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് പലരും വിത്തുപാകി ഞാറ് മുളപ്പിച്ചിട്ടുണ്ടെങ്കിലും മഴയില്ലാത്തതിനാൽ വയൽ ചെളിയാക്കി പറിച്ചുവിടാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണ്. നെൽവയലുകളുടെ നാടായി അറിയപ്പെടുന്ന വയനാട് മഴയില്ലാതെ നെൽകൃഷി തന്നെ ഇല്ലാതാവുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. വയനാട് ന്യൂസ്, ബത്തേരി.
കേരള ഗ്രാമീൺ ബാങ്കിന്റെ 4ാം വാർഷികം ബത്തേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി സമഗ്ര എന്ന ലോൺ പദ്ധതിയെക്കുറിച്ച് റീജിയണൽ ഓഫീസ് ചീഫ് മാനേജർ PC ബാബുവും വളപ്രയോഗം എന്ന വിഷയത്തിൽ ബാങ്ക് അഗ്രികൾച്ചർ ഓഫീസർ കുമാരി മായയും സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബാങ്ക് അഗ്രികൾച്ചർ ഓഫീസർ മത്തായിയും ക്ലാസ് എടുത്തു. ചടങ്ങിൽ ചീഫ് മാനേജർ EV പ്രകാശ്, ബ്രാഞ്ച് മാനേജർ ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. വാഹന വായ്പ വാങ്ങുന്നതിന് വേണ്ടി ബാങ്കുകളെ സമീപിക്കാതെ മറ്റ് സ്വകാര്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ കമ്പനികളെയാണ് സമീപിച്ചുകൊണ്ടിരുന്നത്. ബാങ്കിൽ നിന്നൊക്കെ കാശ് ഈ വാഹന വായ്പകൾ കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മുടെ ബാങ്കിൽ നിന്നൊക്കെ ഒരു വാഹന വായ്പ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞ് അപേക്ഷ അയച്ച് അവിടുത്തെ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് വേണമായിരുന്നു കൊടുക്കാൻ. ഇപ്പോൾ അങ്ങനെയല്ല, ബാങ്കുകളെല്ലാം തന്നെ ആളുകളെ അന്വേഷിച്ചു പോയി വായ്പ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകരണത്തിന്റെ 4ാം വാർഷികം ചീരാൽ ശാഖയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VT ബേബി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരള ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. അഗ്രികൾച്ചറൽ ഓഫീസർ രോഹിത് മുരളി ജലസംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ബ്രാഞ്ച് മാനേജർ അനന്തൻ, ഫീൽഡ് ഓഫീസർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കാപ്പിസെറ്റ് മുതലിമാരൻ മെമ്മോറിയൽ ഗവൺമെന്റ് സ്കൂളിൽ കളിസ്ഥലം നിർമ്മാണം തുടങ്ങി. മുള്ളൻകൊല്ലി പഞ്ചായത്ത് 11ാം വാർഡിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. 5 ലക്ഷം രൂപ ചെലവിൽ 2000-ഓളം തൊഴിൽ ദിനങ്ങൾ പ്രയോജനപ്പെടുത്തി ഗ്രൗണ്ട് നിർമ്മിക്കും. കളിസ്ഥലമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം നൽകാൻ കഴിയാത്തതിനെ തുടർന്നാണ് മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിന്റെ തൊഴിലുറപ്പ് പ്രവൃത്തിയിൽ ഗ്രൗണ്ട് നിർമ്മാണം ഉൾപ്പെടുത്തിയത്. ഗ്രൗണ്ട് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം നടത്താനും ജില്ലാ സ്കൂൾ കായികമേള നടത്താനും കഴിയുമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം CP വിൽസന്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി പ്രവർത്തനം നടത്തുന്നതെന്ന് PTA പ്രസിഡന്റ് PR മണി പറഞ്ഞു. 5 ലക്ഷം രൂപയാണ് ആദ്യ ഘട്ടം എന്ന രൂപത്തിൽ ഈ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് പ്രാരംഭമായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 2ാം ഘട്ടവും 3ാം ഘട്ടവും അതിനുശേഷം നടക്കും. ഏതാണ്ട് 5000-ഓളം ആളുകളുടെ പണി ഈ ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്നതിന് മാത്രം ആകുന്നുണ്ട് എന്നതാണ് അതിൻ്റെ സവിശേഷത. ഈ ഗ്രൗണ്ട് വന്നാൽ പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ, പ്രത്യേകിച്ച് ഈ താലൂക്കിൽ, സുൽത്താൻ ബത്തേരി താലൂക്കിൽ തന്നെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു മിനി സ്റ്റേഡിയമായി ഇത് വളർത്തിക്കൊണ്ടുവരുന്നതിന് യാതൊരു പ്രയാസവുമില്ല. വാർഡിലെ 100ഓളം തൊഴിലാളികളാണ് കൂലി ഇപ്പോൾ ലഭിക്കില്ലെന്ന് ഉറപ്പായിട്ടും ജോലിക്കിറങ്ങിയത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിവില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നു. തിങ്കളാഴ്ചയോടെ 87 രൂപയ്ക്ക് കോഴിയിറച്ചി വിൽക്കണം. വില കൂട്ടി വിറ്റാൽ നടപടി. സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്കും വില കുറച്ചു. കച്ചവടക്കാർ വില കൂട്ടിയാൽ ജനങ്ങൾ ഇടപെടണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. മുത്തങ്ങ തകരപ്പാടിയിൽ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ സംഭവം അന്വേഷണം ക്രൈം ഡിറ്റാച്ച്മെന്റിന്. കൊടുവള്ളി സ്വദേശിയും അറസ്റ്റിൽ. അഴിമതി തുടരാനാവില്ല. ഉദ്യോഗസ്ഥർ അധികാരത്തിന്റെയും കാർക്കശ്യത്തിന്റെയും ഭാഷ വെടിയണമെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. അഴിമതിക്കാരെ രക്ഷിക്കാനുള്ള സംഘടിത നീക്കം ചെറുക്കാൻ FRF. ലൈംഗികാരാജകത്വം തിരിച്ചടിയായി മാവോയിസ്റ്റ് വനിതാ നേതാക്കൾ സംഘടന വിടുന്നു. വന്യമൃഗശല്യത്തിനെതിരെ കർഷക രോഷം. മാനന്തവാടിയിൽ DFO ഓഫീസ് മാർച്ച്. പേരിയ രാമഗിരി എസ്റ്റേറ്റിൽ അനധികൃത മരം മുറി. നോട്ടിഫൈ ചെയ്ത കാപ്പി എസ്റ്റേറ്റിലെ മരം മുറിച്ചു കടത്തുന്നു. കർക്കിടക വാവുബലിക്ക് ക്രമീകരണങ്ങൾ തുടങ്ങി. ഗ്രീൻ പ്രോട്ടോകോൾ നിർബന്ധം. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.